ഹായ്, ടാറ്റ ന്യൂ, റിലയൻസ് ഡിജിറ്റൽ, ജിയോ മാർട്ട് തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ ഇപ്പോഴും ആമസോണിനും ഫ്ലിപ്കാർട്ടിൽ നിന്നും മാത്രമാണോ ഓൺലൈൻ പർച്ചേസ് ചെയ്യാറുള്ളത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 1000 മുതൽ 15000 വരെ നഷ്ടം വന്നേക്കാം. അപ്പൊ എന്താണ് സംഭവം എന്നുള്ളത് എക്സാമ്പിൾ സഹിതം ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പോകുന്നത്. പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്യുക. ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ iPhone 16 Pro Max ആണ് ഇപ്പൊ നോക്കാനായിട്ട് പോകുന്നത്, ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം, എത്രയാണ് പ്രൈസ് വരുന്നത് അറിയാലോ. iPhone 16 Pro Max അല്ലെ, അത് നമ്മൾ iPhone 16 Pro Max ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. iPhone 16 Pro Max ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം എത്രയാണ് പ്രൈസ് വരുന്നത്. അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്ലിപ്കാർട്ടിലെയും ആമസോണിലും ഏകദേശം ഒരേ പ്രൈസ് ആണ് എല്ലാ സമയത്തും ഉണ്ടാവാറുള്ളത്. അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് നമുക്ക് 1 TB നോക്കാം. 1 TBക്ക് എത്രയാന്നുള്ളത് 1 TBന്റെ പ്രൈസ് ഞാനിപ്പോ പറഞ്ഞുതരാം. നിങ്ങൾ നോക്കൂ, 1,77,900 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ 1 TB, അതായത് 16 Pro Max 1 TBക്ക് വരുന്ന പ്രൈസ് 1,77,900 രൂപയാണ് വരുന്നത്. ഓക്കെ, നിങ്ങൾ വേണ്ടിയല്ലേ? ഇനി നമുക്ക് ഇതാ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ട് 1,77,900 രൂപ 16 Pro Max നാച്ചുറൽ ടൈറ്റാനിയം 1 TB. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ജിയോ മാർട്ടിൽ നിന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ജിയോ മാർട്ട് ഓപ്പൺ ചെയ്യാം. ജിയോ മാർട്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇതേ പ്രോഡക്റ്റ്, സെയിം പ്രോഡക്റ്റ് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം എത്രയാണെന്ന് അറിയണമല്ലോ. ഓക്കെ, iPhone 16 Pro Max, iPhone 16 Pro Max 1 TB അല്ലേ, 1 TB ആണല്ലോ നമ്മൾ സെർച്ച് ചെയ്തത്. 1 TBക്ക് എത്ര വരുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇതിൽ രണ്ടിലും നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് വാങ്ങിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് എക്സാമ്പിൾ സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ഇത് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്, കുറച്ച് സമയം എടുക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ പ്രൈസ് വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, 1,66,990 രൂപയാണ് ജിയോ മാർട്ടിൽ 16 Pro Maxന്റെ പ്രൈസ് വരുന്നത്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമുക്ക് എങ്ങനെ പ്രൈസ് വരുന്നത്. അത് സെയിം പ്രോഡക്റ്റിന് തന്നെയാണ് വരുന്നത്. ഈ ഒരു സെയിം പ്രോഡക്റ്റിന് തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രൈസ് വരുന്നത്. 16 Pro Max 1 TBക്കാണ് ഈ ഒരു പ്രൈസ് വരുന്നത്. നിങ്ങൾ കണ്ടില്ലേ, 1,66,990 രൂപ. മറ്റേതിൽ എത്രയായിരുന്നു നമുക്ക് നോക്കാം. മറ്റേതിൽ വന്നിട്ടുണ്ടായിരുന്നു, ഫ്ലിപ്കാർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു 1,77,900 രൂപ. അപ്പൊ ഏകദേശം നിങ്ങൾ പ്രൈസ് ഡിഫറൻസ് ഒന്ന് നോക്കിയോ, ഏകദേശം 11,000 രൂപയോളാണ് ഇതിൽ ഡിഫറൻസ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ സമയത്ത് ആമസോണും ഫ്ലിപ്കാർട്ടും വലിയ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കമ്പനിയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ കയറി കഴിഞ്ഞാൽ ഭയങ്കര ഓഫർ കിട്ടും, അല്ലെങ്കിൽ ട്രസ്റ്റഡ് ആണെന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ അവിടെ കയറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് അബദ്ധങ്ങൾ നിങ്ങൾ പറ്റാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോ ചെറിയൊരു പ്രോഡക്റ്റിനാണെങ്കിൽ കൂടി, ഇപ്പോൾ നമ്മളൊരു 10,000 രൂപയുടെ പ്രോഡക്റ്റിനാണെങ്കിലും ഈ ഒരു ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ എക്സാമ്പിളിന് വേണ്ടിയിട്ട് വലിയൊരു ഫിഗറുകൾ തന്നെ കാണിച്ചു എന്നുള്ളൂ. അതായത് ഇപ്പോൾ റിലയൻസ് ജിയോയിലും പിന്നെ ഫ്ലിപ്കാർട്ടിലാണ് നമ്മൾ നോക്കിയത്, ഇതേ ഫിഗർ തന്നെയാണ് വരുന്നത് ആമസോണിൽ. നമുക്ക് ആമസോണിൽ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആമസോണിൽ എത്രയാണ് പ്രൈസ് വരുന്നത് അറിയാലോ. ഇപ്പോൾ 1,77,900 രൂപയാണ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കാണാൻ പറ്റിയത്. ഇനി ആമസോണിൽ എത്രയാന്ന് നോക്കാം. ആമസോൺ ഓപ്പൺ ചെയ്യാം. iPhone 16 Pro Max 1 TB അല്ലേ, 1 TBയിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1 TBക്ക് എത്ര വരുന്നത് നമുക്ക് ഇതിൽ നോക്കാം. ഇത് എത്ര പ്രൈസ് വരുന്നത്? 1,77,900 രൂപ തന്നെയാണ് ഇതിലും പ്രൈസ് വരുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, അതായത് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും സെയിം റേറ്റ് തന്നെയാണ്. പക്ഷെ നിങ്ങളത് ജിയോ മാർട്ടിലേക്ക് പോകുമ്പോൾ 1,66,900 രൂപയാണ് വരുന്നത്. ഏകദേശം 11,000 രൂപയോളം നിങ്ങൾക്ക് ഡിഫറൻസ് കിട്ടുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ പല പ്രോഡക്റ്റിനും, ഇപ്പോൾ ചില സാധനത്തിൽ അതുപോലെ തന്നെ ജിയോ മാർട്ടിൽ കൂടുതലായിരിക്കും, ആമസോണിൽ കുറവായിരിക്കും. അപ്പൊ നിങ്ങൾ ഏതൊരു പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആമസോണിലും ഫ്ലിപ്കാർട്ടിൽ ഡയറക്റ്റ് കയറി പെട്ടെന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മണ്ടത്തരായിരിക്കും. ഇതുപോലുള്ള ഇപ്പൊ ഇങ്ങനെ ഒരു സാധനം ഒരാൾ പർച്ചേസ് ചെയ്ത് ആമസോണിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് 11,000 രൂപ നഷ്ടമായില്ലേ സെയിം പ്രോഡക്റ്റിന്. പിന്നെ റിലയൻസ് ജിയോ എന്നൊക്കെ പറഞ്ഞാൽ, ജിയോ മാർട്ട് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് കമ്പനി തന്നെയാണ്, ട്രസ്റ്റഡ് കമ്പനി തന്നെയാണ്. ഇന്ത്യയുടെ കമ്പനി ആണെങ്കിൽ കൂടി നല്ല കമ്പനി തന്നെയാണ്. അപ്പൊ നമുക്ക് പല സാധനങ്ങളും പോകുന്നത് അതുപോലത്തെ ഒരു കമ്പനിയിൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും വരെ പറ്റി കിടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ജിയോയിലും നടക്കാതിരിക്കുക. അതല്ലാത്ത ഉടായ്പായിട്ടുള്ള പല സൈറ്റുകളുണ്ട്. എന്നാൽ കൂടി ജിയോ മാർട്ടൊക്കെ അത്യാവശ്യം നല്ല കമ്പനി തന്നെയാണ്, അവിടെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വൻ നഷ്ടമായിരിക്കും. നിങ്ങൾ ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. എല്ലാ സൈറ്റിൽ കൂടെ കയറിയിട്ട് ഇപ്പോൾ ജിയോ മാർട്ട്, റിലയൻസ് ഡിജിറ്റൽ, ടാറ്റ ന്യൂ, പിന്നെ അങ്ങനെ ഈബേ എല്ലാ സൈറ്റുകളിലും കൂടെ പോയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം വാങ്ങുക. അല്ലെങ്കിൽ ഇതുപോലുള്ള അബദ്ധങ്ങൾ പറ്റാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.